അതിശക്തമായ ചൂടിൽ വെന്തുരുകിയാണ് പുനലൂർ. 40 ഡിഗ്രി സെൽഷ്യസിനോടടുത്ത് ചൂട് രേഖപ്പെടുത്തുമ്പോഴും പുനലൂരിലെ ചൂടിനുള്ള കാരണം എന്ത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. മനോജ് പുനലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. കേരളത്തിൽ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തുന്ന പട്ടണമായി പുനലൂർ മാറിക്കഴിഞ്ഞു. റെക്കോർഡ് ചൂടാണ് അനുഭവപ്പെടുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏപ്രിൽ മാസത്തിൽ ഇത്രയധികം ചൂട് ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായാണ് 40 ഡിഗ്രി സെൽഷ്യസ് ചൂടിനോട് അടുക്കുന്നത്. ചൂട് കാരണം വളരെ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ വ്യാപാരമൊക്കെ വളരെ കുറവാണ്. ആൾക്കാർ ടൗണിൽ ഇറങ്ങുന്നില്ല. ഭയങ്കര ചൂടാണ്. 41-42 ഡിഗ്രി കണ്ട ചൂടാണ്. സാധനങ്ങളെല്ലാം നശിച്ചു പോവുക. ആൾക്കാർ ഇറങ്ങുന്നില്ല. ചൂട് കാരണം ദേഹം മൊത്തം പൊള്ളി. ചൂട് കാരണം ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ചൂട്. സാധനങ്ങളെല്ലാം നശിച്ച് വാരിക്കളയും ഓരോ ദിവസവും. ഇപ്രാവശ്യം ചൂട് കൂടുതലാണ്. ഒരു താങ്ങാൻ വയ്യാത്ത ചൂടാ. വ്യാപാരം കുറവാ, ആള് കുറവാ. ചൂട് കഠിനമായതോടെ പുനലൂരിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ള ക്ഷാമവും രൂക്ഷമായിരിക്കുകയാണ്. 11 മണി കഴിഞ്ഞാൽ പുനലൂരിന്റെ നിരത്തുകൾ മിക്കതും ശൂന്യമാണ്. കടകമ്പോളങ്ങളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും ചൂട് കടുത്ത പ്രതിസന്ധിയാണ് തീർക്കുന്നത്. ഭയങ്കര ചൂടാ. നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല വെളിയിലോട്ട്. ശരീരം എല്ലാം വല്ലാതെ വരുക വെയിൽ കൊണ്ട്. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു വെളിയിലോട്ട് പോകാൻ പോലും പറ്റത്തില്ല. കണ്ണ് കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള അത്ര ഇഷ്ടമാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഒരു 60 ഡിഗ്രിയുടെ അടുത്തുള്ള അത്രയും ഇതാണ് നമുക്ക് തോന്നുന്നത്. കുട ചൂടാതെ പട്ടണത്തിലൂടെ നടക്കാൻ കഴിയില്ല എന്ന അവസ്ഥ. പട്ടണത്തിൽ എത്തുന്നവർ മരങ്ങളുടെ തണലിലും കടത്തണ്ണകളിലെ തണുപ്പിലും അഭയം തേടുകയാണ്. പുനലൂർ പട്ടണത്തെ കീറിമുറിച്ച് കല്ലടയാർ കടന്നു പോകുന്നുണ്ടെങ്കിലും ചൂടിനെ പ്രതിരോധിക്കാൻ നീരൊഴുക്കിനും കഴിയുന്നില്ല. കല്ലടയാറ്റിലെ ജലനിരപ്പ് നന്നേ താഴ്ന്നിരിക്കുകയാണ്. കല്ലടയാറ്റിലേക്ക് ഒഴുകിയെത്തുന്ന ചെറു തോടുകൾ മിക്കതും വറ്റി വരണ്ടു. പുനലൂരിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ തെന്മല ഡാമിന്റെ സ്ഥിതിയും വറ്റി വരണ്ട അവസ്ഥയിലാണ്. എന്തുകൊണ്ട് പുനലൂർ ഇത്രയധികം ചൂട് അനുഭവപ്പെടുന്നു? ഇത് വർഷങ്ങളായുള്ള ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. തമിഴ്നാട്ടിലെ ചുരം കടന്നെത്തുന്ന ശീതക്കാറ്റാണ് പുനലൂരിലെ കടുത്ത ചൂടിന് കാരണം എന്ന് പറയപ്പെടുമ്പോഴും ശാസ്ത്രീയമായ ഒരു പഠനം നടത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള ശീതക്കാറ്റാണ് ചൂടിന് കാരണമെങ്കിൽ ആര്യങ്കാവും തെന്മലയിലും പുനലൂരിലെ അനുഭവപ്പെടുന്ന ചൂടിന്റെ അത്രയും ചൂട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ചൂട് സഹിക്കുകയ്യ ഭയങ്കരമായ ചൂട്, അതിഗംഭീരമായ ചൂട്. ഏതാണ്ട് ഒരു 10-25 വർഷത്തിനകത്ത് ആദ്യമായിട്ടാണ് ഈ ഇത്രയും വലിയ ചൂട് കാണുന്നത്. ചൂടൊക്കെ ഞാൻ ഭയങ്കര ചൂടത്തിൽ പറഞ്ഞ ആൾക്കാർ അറിയില്ലതേം പറഞ്ഞു. കച്ചവടം മൊത്തം എല്ലാവരും മോശം വന്നുകൊണ്ടിരിക്കുന്നത്. ചൂട് എന്ന് പറയാൻ ആകെ മൊത്തം വിശ്വസിക്കത്തി പറഞ്ഞു. എന്തായാലും പുനലൂരിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ചൂട് മനുഷ്യന് വളരെ ദുസ്സഹമായ നിലയിലാണ്. വഴിയാത്രക്കാരെയും വഴി വാണിഭക്കാരെയും മറ്റു ചെറുകിട കച്ചവടക്കാരെയും ചൂട് ശക്തമായി ബാധിച്ചിരിക്കുകയാണ്. വ്യാപാര മേഖല പൂർണ്ണമായും തകർന്നു. ചൂട് മൂലമുള്ള സാംക്രമിക രോഗങ്ങൾ പടരാനും സൂര്യാഘാതം ഏൽക്കാനും സാധ്യത വളരെ കൂടുതലാണ്. പുനലൂർ നഗരസഭയിലെ വാളക്കോടാണ് സൂര്യതാപം അളക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 39.5 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. തൽസ്ഥിതി തുടരുകയാണെങ്കിൽ ഇനിയും ചൂട് കൂടാനാണ് സാധ്യത കൂടുതൽ. പൊടിപറത്തിയുള്ള ചൂടുകാറ്റ് കൂടുതൽ ദോഷകരമായാണ് ജനങ്ങളെ ബാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.